ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് കങ്കുവ എന്ന് പറയുന്ന സൂര്യയുടെ ഏറ്റവും വലിയ ഒരു ഡ്രീം പ്രൊജക്റ്റുകളിലൊന്നായിട്ടുള്ള ആ ഒരു സിനിമയുടെ ട്രെയിലർ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഒരു റിയാക്ഷൻ എന്നതിലുപരി ആ ഒരു ട്രെയിലറിൻ്റെ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രെയിലറൊക്കെ ഇതിലിടുന്ന സമയത്ത് കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത്. ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് 10/10/2024, അതായത് ഒക്ടോബർ 10-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളവർ. പക്ഷെ അവർ അതിൻ്റെ ട്രെയിലർ ഇന്ന് റിലീസ് ചെയ്തു, അതായത് ഓൾമോസ്റ്റ് 2 മാസം മുമ്പ് തന്നെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ശിവയുടെ പിറന്നാൾ ഇന്ന് ആയതുകൊണ്ടായിരിക്കാം അവർ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി കങ്കുവ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു ട്രൈബൽ കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത് ഉഷാറായിട്ടുണ്ട്. സൂര്യയുടെ ഒരു 1-2 ഡയലോഗ് എനിക്ക് എന്തോ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തെങ്കിലും പക്ഷേ മേക്കിംഗ് പൊളിച്ചടുക്കിയുണ്ട്. കാരണം ഞാൻ എന്താ വെച്ചാൽ ശിവയുടെ കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ക ക്വാളിറ്റി സാധനം. അതുപോലെ എടുത്തു പറയേണ്ടത് ബോബി ഡിയോളിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് കാര്യങ്ങൾ അവർ തമിഴിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതുപോരാതെ തന്നെ ഈ ഒരു സിനിമ 10-32 ലാംഗ്വേജിൽ ഒരുമിച്ചാണ് ഇറങ്ങാൻ പോകുന്നത്. ഒരു ട്രെയിലറിനകത്ത് മൊത്തം കാണിച്ചിരിക്കുന്നത് ഈ ഒരു ട്രൈബൽ സംഭവങ്ങൾ, ട്രൈബൽ വാറ് കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഫ്യൂച്ചറിസ്റ്റിക് സൂര്യയുടെ ഒരു പോസ്റ്റർ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഈ ഒരു ട്രെയിലറിനകത്ത് എവിടെയും തൊട്ടിട്ടില്ല. അതിന് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം പോലും കാണിച്ചിട്ടില്ല. പണ്ടത്തെ ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ ഒരു ഷോട്ട് ഈ ഒരു ട്രെയിലറിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് കടലിൻ്റെ അടിയിലേക്ക് ഒരുപാട് കൈപ്പത്തികൾ വെട്ടിയരിഞ്ഞിട്ടിരിക്കുന്ന ഒരു സീൻ. അതൊരു മാരകമായിട്ടുള്ളൊരു ഫ്രെയിമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയും ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് നടക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് അതിൽ പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് ഇമോഷൻസ് ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊളിച്ചടിക്കുന്നുണ്ട് DSP. ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് തോന്നുന്നു DSP തമിഴിലേക്ക് നല്ലൊരു സാധനം കൊണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നു. അതിൽ കങ്കുവ എന്ന് പറയുന്ന ആ ഒരു തീം സ്കോർ സൂപ്പറായിട്ട് എനിക്ക് വർക്കായി. ഇതിനി വേറെ സാധനങ്ങൾ എന്തെങ്കിലും വരാനുണ്ടോ എന്നുള്ളതാണ്, അപ്ഡേറ്റ്സ് വരാനുണ്ടോ എന്നുള്ളത്. കാരണം ഫ്യൂച്ചറിസ്റ്റിക് സൂര്യയുടെ ഒരു സാധനങ്ങൾ പോലും ഇതിൽ കാണിക്കുന്നില്ല. ഇനി മേ ബി സെക്കൻഡ് പാർട്ടിലായിരിക്കും അതുണ്ടാവുക. ഇതിലിനി ട്രൈബൽ, അതായത് പണ്ടത്തെ കാലം കാണിച്ച് പുതിയ കാലം സെക്കൻഡ് പാർട്ടിൽ കാണിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ആണോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. എന്തായാലും സൂര്യയുടെ ഒരു മസിലൊക്കെ കാണിക്കുന്ന ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാധനം കാണിക്കുന്നുണ്ട്. പൊളിച്ചടുക്കിയുണ്ട്. സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഒരു രക്ഷയില്ല, മാരകമായിട്ടുണ്ട്. എല്ലാവരും വന്നവരും പോയവരും ബ്രിട്ടീഷുകാരെ പോലുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടിരുന്നു. അതുപോലെ പൈററ്റ്സ് ഓഫ് ദ കരീബിയൻസിലത്തെ ആ ഒരു ഷോട്ട് പോലത്തെ ഒരു സാധനമൊക്കെ വരുന്നുണ്ട്. എൻ്റെ അതൊക്കെ എമ്മാതിരി മേക്കിങ്. പിന്നെ അതുപോലെ തന്നെ ക്രൊക്കഡൈലിനെ തള്ളി കുത്തി മലർത്തി വരുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ അമ്പെയ്യുന്നൊരു സീന് വരുന്നുണ്ട്. പാമ്പും ആരോയും കൂടിയിട്ട് ഒരുമിച്ച് വരുന്ന ഒരു സീൻ. അതുപോലെ തന്നെ മരത്തിൽ ചവിട്ടി കറങ്ങി അമ്പെയ്യുന്ന ഒരു പരിപാടി വരുന്നുണ്ട്. അതൊക്കെ ഗൂസ്ബം മൊമെന്റ്സ് ആയിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ രണ്ട് കയ്യിലും ആനക്കൊമ്പ് വെച്ചിട്ട് ചാടി അടിക്കുന്ന ഒരു സീനൊക്കെ വരുന്നുണ്ട്. എൻ്റെ അതൊക്കെ വേറെ ലെവൽ തിങ്കിങ് പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട് അവർ. എനിക്ക് തോന്നുന്നു അണ്ടർ വാട്ടർ ഫൈറ്റൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇതിന് മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമയെ കുറിച്ചിട്ട്. സോ എന്തായാലും വളരെ ആകാംക്ഷയുള്ളൊരു സിനിമയാണ് സൂര്യയുടെ. ഇന്നേ ദിവസം ആ ഒരു ശിവ എന്ന് പറയുന്ന ഡയറക്ടറുടെ പിറന്നാൾ ആയതുകൊണ്ട് ട്രെയിലർ പുറത്തു വിട്ടതാണ്. സോ എന്തായാലും മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള ഇക്കൊല്ലത്തെ ഏറ്റവും വലിയൊരു സിനിമ തന്നെയാണ് കങ്കുവ എന്ന് പറയുന്നത്. ബാക്കി എന്തായാലും ആ ഒരു സിനിമയുടെ റിലീസിന് ശേഷം നമുക്ക് സംസാരിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കാതിരിക്കാം. എന്താണ് നിങ്ങളുടെ കങ്കുവയുടെ ട്രെയിലർ തോട്ട്സ് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.